അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനാണ്. ഗിവ് അവേ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് പാസ് ചെയ്തു. ഇത് ഓട്ടോമാറ്റിക്കലി മാറുന്ന സാധനമൊന്നും അല്ല, ഇത് നമ്മൾ തന്നെ മാറ്റിയിടുന്നതാണ്. അപ്പോൾ നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഗിവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഗിവ് അവേ കൊടുക്കാനുള്ള സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് സ്പെഷ്യലായിട്ട് എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. കാര്യം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളോട് കമൻറ്റ് ചെയ്തും ഒരുപാട് പേര് നമ്മൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഓരോ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മളെ വിളിക്കാറും മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. നമുക്ക് മിക്കവാറും സമയം കിട്ടാറില്ല ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവരുടെ അടുത്തൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സംസാരിക്കും, കോളൊക്കെ ചെയ്യാനാണെങ്കിലും നമ്മൾ ചിലപ്പോൾ വർക്കിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും വാട്സാപ്പ് നമ്പർ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. പല പല വീഡിയോസിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ ഫ്രീ ആവുന്ന പോലെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ചെറിയൊരു ചാനലാണ് നമ്മൾ, എന്നാലും നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് എപ്പോഴും ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്നും ഉണ്ടാവും എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ പറയുന്നു, സ്പെഷ്യൽ താങ്ക്സ്. ഇനി ആ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഗിവ് അവേയുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ ചാനലിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. 1/43 സ്കെയിൽ വരുന്ന ഒരു ഡ്രിഫ്റ്റ് കാർ, 4 വീൽ ഡ്രൈവ്. അപ്പോൾ ഇതാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിത് സെയിലിന് വെക്കുന്ന ഒരു യൂണിറ്റാണ്, സെയിലിന് കൊടുക്കാറുള്ളതാണ്. 6000 രൂപയാണ് നമ്മൾ സെയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ജസ്റ്റ് ഈ വീഡിയോയുടെ കണ്ടിൽ കമൻറ്റ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നൊരു ഷെയർ ചെയ്യാം, അതൊന്നുമല്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ വീഡിയോയുടെ കണ്ടിൽ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റുകൾ ഇട്ട് സ്പാം ചെയ്യണമെന്നൊന്നുമില്ല. ഒരൊറ്റ കമൻറ്റ് ഇട്ടാൽ മതി. കാര്യം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റൊക്കെ മാറ്റാനുള്ളതൊക്കെ എനേബിൾ ചെയ്തിട്ടാണ് കമൻറ്റ് പിക്കർ വെച്ചിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. വെറുതെ കമൻറ്റ് ഇട്ട് നിങ്ങളുടെ സമയം കളയണ്ട. അതെന്തായാലും നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും കമൻറ്റ് വായിക്കാറുണ്ടാകും, പക്ഷേ റിപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. കാര്യം റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കമൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി ഒന്നുകൂടെ കൂടും. അപ്പോൾ അത് വേണ്ട. എന്തായാലും ഗിവ് അവേനെ വിന്നറെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ആ കമൻറ്റുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഗിവ് അവേ കഴിയുന്നവരെ എന്തായാലും ആ കമൻറ്റൊന്നും റിപ്ലൈ ഉണ്ടാവില്ല, പക്ഷേ ഞാനെല്ലാം കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഡേറ്റ് കാര്യങ്ങൾ എന്തായാലും പറയാം. ലാസ്റ്റ് ഡേറ്റ് എന്തായാലും ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത ആഴ്ച, അതായത് 20-ാം തീയതിയാണ് ശനിയാഴ്ച ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് കൺഫേം ചെയ്തേക്കട്ടെ, ഇല്ലെങ്കിൽ നൈസായിട്ട് പണി പാളും ചെയ്യാം. അപ്പോൾ October 19 ഡേറ്റ് മറക്കാതിരിക്കുക. അതിന് മുമ്പ് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. October 19 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സോറി, പണി നടക്കൂല, ലേറ്റായിപ്പോയി. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ചാനലിന് അടുത്ത മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത ഗിവ് അവേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. സിമ്പിളായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗിവ് അവേയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ Instagram ID ഞാൻ ഇട്ട് തന്നേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കാറ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതായത് നമ്മുടെ Instagram പേജ് ഉണ്ട്, അതിൽ കൂടെ മേടിക്കാം. ഈ ഒരു വണ്ടി സെയിലിന് വേണ്ടിയിട്ട് വന്നതാണ്, പിന്നെ സെയിൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ്. അതിന് മെയിൻ ഒരു കാരണം കൂടെ ഉണ്ട്, അതെന്താണെന്നുള്ളതും കൂടെ പറയാം. ഇത് ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ടയറിൻ്റെ ഒരു ഇതിൽ മാത്രം ഒരു ചെറിയൊരു ഇത് കണ്ടോ, ഈ ഒരു ടയറിൻ്റെ ഇത് കണ്ടോ, അവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടോ, ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കാതിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്, എന്നാൽ പോലും അങ്ങനെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കണമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോയുടെ കാര്യം ഓർത്തത്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഈ വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നേച്ചാണ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പറയുന്നു. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പങ്കെടുക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ വരും. അതല്ലാതെ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അടുത്ത ആഴ്ച വേറൊരു വണ്ടിയുടെ വീഡിയോ വരുന്നുണ്ട്. 1/16 സ്കെയിൽ വരുന്ന ഒരു ക്രോളർ, ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ കയ്യിൽ WPL തന്നെ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.